വെൽക്കം മീനുട്ടി. താങ്ക് യു എം ജെ അങ്കിൾ. ഇനി ഞാൻ കൂട്ടുകാരെ വെൽക്കം ചെയ്തോട്ടെ. വെൽക്കം എം ജെ അങ്കിൾ, മധു അങ്കിൾ, വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊരു ചേച്ചി വെൽക്കം. മധു അങ്കിളുടെ അടുത്താണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇത് എവിടെയായിരുന്നു? ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കാൻ വേണ്ടി പോയതാ. കഞ്ഞി കുടിക്കാനൊക്കെ ന്യൂസിലാൻഡ് എന്തൊരു എളിമ. ഇവിടെ എപ്പോ ചോദിച്ചാലും കിട്ടുന്ന സാധനമാണല്ലോ. അല്ല, എന്നാൽ ഇത്രയും ദിവസം മധു അങ്കിൾ എന്തുകൊണ്ട് മാറി നിന്നു ഞങ്ങളെ ഇവിടെ ഒറ്റക്കിട്ടിട്ട്? എനിക്ക് 3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 2 പ്രോഗ്രാം ന്യൂസിലൻഡില്, 1 പ്രോഗ്രാം ഓസ്ട്രേലിയയിലെ അഡിലൈഡില്. ചിത്ര ചേച്ചിയുടെ കൂടെ ആയിരുന്നു പ്രോഗ്രാം. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ഫിക്സ് ചെയ്ത് പോയി. എന്നിട്ട് മധുവങ്ങള് പോയത് കൂടാഞ്ഞിട്ട് സുഷുവിനെയും കൂട്ടിക്കൊണ്ട് പോയി. സുഷു ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. പരിപാടികളൊക്കെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു, നന്നായി പോയി. ഇനി വീഡിയോ ഉൾപ്പെടെ കിട്ടി. എന്ത് മധുവകളുടെ ഫ്രണ്ട്സ് ഉണ്ടോ? അവിടുന്ന് കിട്ടി. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കാണിക്കണേ. ഇവിടെ കാണിക്കാട്ടോ, ഞാൻ കാണിക്കാം. ചെന്താറമിഴി പാടുന്നതിന്റെ വീഡിയോ ഉണ്ട് എന്നിൽ. ആണല്ലേ? ശരി. മധുവകൾ ന്യൂസിലാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നു, അതാണ് ഞങ്ങൾക്ക് അടുത്ത ഞാൻ കൊണ്ടുപോയതെല്ലാം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതവിടെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. സ്നേഹം അതാണ് എനിക്ക് തരാനുള്ളത്. സുഷ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ആ മിടുക്കൻ. ആ പിന്നെ ഞങ്ങക്ക് എങ്ങനെ കിട്ടും? ഞാൻ കൊണ്ടുവന്നു, അത് വീട്ടിൽ കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മീനൂട്ടന്റെ വക ലഡു കിട്ടിയോ? ഇല്ല, മധുവങ്ങൾ ഞാൻ വേറെ ലഡു വാങ്ങിത്തരാം. എന്തായിരുന്നു സംഭവം? അവാർഡ് കിട്ടിയായിരുന്നു. തരുന്നുണ്ട് മധുവങ്ങളുടെ പരിപ്പോടെയും ചായയും ഞാൻ വേറെ മെയിൻ അവാർഡാണോ കിട്ടിയിരിക്കുന്നത്? ഏതാ ജീവിതത്തിൽ ക്രിട്ടിക്സ് മുന്നേ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, വെരി ഗുഡ്. എനിക്കും കുട്ടൻചേട്ടനൊക്കെ ഇഷ്ടം പോലെ തവണ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടീമായി നമ്മള്. അവാർഡ് എന്നുള്ളത് മീനുട്ടിയുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു. തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഇങ്ങനെ അവാർഡുകൾ അല്ലേ? എന്തായിരിക്കും സ്ഥിതി ഭാവിയിൽ? എന്തായാലും മതങ്ങൾ ലഡു തരും, അത്ര മതി. എന്തൊരു സമാധാനം എനിക്ക്. ഇനി നമുക്ക് തുടങ്ങിയാലോ? ഇനി നമ്മൾ ഒത്തിരി വർത്താനം പറയാനും കുറെ കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വഴികളിലൂടെ, സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ പോവാണ്. ഒരു വളരെ ടാലന്റഡ് ആയ ഒരാൾ. അതെ, പാട്ടിന് പാട്ട്, ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ കൊണ്ടുപോകാൻ. കളരിക്ക് കളരി, അതെ, കരാട്ടെക്ക് കരാട്ടെ, കുംഫു, പിന്നെ മോഡലിംഗ്, എന്ത് വേണം എല്ലാം ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മുടെ ടെസക്കുട്ടി എത്തിയാണ്. ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ മീനൂട്ടി ചേച്ചി. ഹലോ ടെസക്കുട്ടി. എത്ര ഉടുപ്പായിട്ടിരിക്കണേ? ഇതൊരു ഉടുപ്പാ. ആണോ? കുഞ്ഞുടുപ്പ്, പിന്നെ ഒരു വലിയ ഉടുപ്പ്, പിന്നെ അതിനേക്കാളും വലിയ ഉടുപ്പ്. ഇത് ബാർബിയുടെ ഉടുപ്പായത് അല്ലേ? ഒരു മാഷ്മെലോ പോലെ ഉണ്ട്. അതെ, മാഷ്മെലോ. മധുവങ്ങളെ, മധുവങ്ങൾ കഴിഞ്ഞ തവണ എവിടെ പോയേക്കുമായിരുന്നു? കറങ്ങാൻ പോയോ? ഞാനൊന്ന് കറങ്ങാൻ പോയതാണ്. അതെ അതെ. എങ്ങോട്ട്? അടിസബാബ എന്ന് കേട്ടിട്ടുണ്ടോ? അടിസ്വഭാവോ? അടിസ്വഭാവം ഇല്ല. എങ്ങോട്ട് പോയതാ മധുവങ്ങള്? ഞാനോ കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കും കുട്ടിക്ക്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. ഇതിനൊക്കെ പോവാൻ സമയം കിട്ടിയ? അതല്ലേ എന്നെ കാണാഞ്ഞ ഇവിടെ. ടോപ്പ് സിംഗിളിൽ വരാൻ മതിയായിരുന്നു. മതിയായിരുന്നു. നല്ല സാധനങ്ങളൊക്കെ കാണായിരുന്നു. മിസ് ചെയ്തു കുറെ കാര്യങ്ങള്. ഇവിടെ ഉള്ളവരെല്ലാരും മിസ് ചെയ്തു. കുറെ നല്ല നല്ല പാട്ടുകൾ മിസ് ചെയ്തു. നിങ്ങളുടെ പെർഫോമൻസസ് ഒക്കെ മിസ് ചെയ്തു. അതുകൊണ്ട് ടെസക്കുട്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ട് പാടി. ആണോ? യെസ്. ഓ, അത് ശരി. മധുചേട്ടന് സ്പെഷ്യൽ. ഏത് പാട്ടാ സ്പെഷ്യൽ ആയിട്ട് പാടി കൊടുക്ക? എന്നെയാണോ ഉദ്ദേശിച്ച കള്ളക്കണ്ണാന്ന്? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ടെസക്കുട്ടിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ഇതുപോലൊക്കെ തന്നെ. കച്ചേരി കുറെ പാട്ടുണ്ടായിരുന്നു. പിന്നെ ഞാന് സരസ്വതി, ആ പാട്ടിൽ ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു. അത് ഭരതനാട്യോ? ഭരതനാട്യം. ക്ലാസിക്കൽ ഡാൻസാ? ക്ലാസിക്കൽ ഡാൻസ്. ഇന്ന് ടെസക്കുട്ടി ഏത് പാട്ടാ പാടി കൊടുക്ക ഇവിടെ? അത് പാടി. അതിന്റെ ഡീറ്റെയിൽസ് അറിയാമോ? പറയോ? മ്യൂസിക് എം ജെ രാധാകൃഷ്ണൻ സാർ. രാധാകൃഷ്ണൻ സാർ. പിന്നെ വർഷം 1985. പിന്നെ സിനിമ ദൈവത്തെ ഓർത്ത്. അമ്മ എപ്പോഴും പറയുന്ന വേർഡ് ദൈവത്തെ ഓർത്ത്. ലിറിക്കിസ്റ്റ്
കാവാലം നാരായണ പണിക്കർ സാർ. വെരി ഗുഡ്. ഓക്കെ. പാടിയത് ചിത്രകല മാമും പിന്നെ പി ജയചന്ദ്രൻ സാറും. ഓക്കെ. അതിലെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും കുറിച്ച്. ഈ റൈറ്റ് ബ്രെയിനിൽ ഒത്തിരി ആർട്ടിസ്റ്റിക് കാര്യങ്ങളാണ്, ഡാൻസ്, പാട്ട്, എൻജങ്ങളിനെ പോലൊക്കെ. അങ്ങനത്തെ ലെഫ്റ്റ് ബ്രെയിനില് മാത്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാനൊക്കെ ഇപ്പം റൈറ്റ് ബ്രെയിൻ ആണല്ലോ കൂടുതൽ വർക്ക് ആവണ്ടേ. ലെഫ്റ്റ് ബ്രെയിനും കൂടെ വർക്ക് ആവാൻ ഞാന് ഒരു സാധനം പഠിക്കുന്നുണ്ട്. കീബോർഡ് അല്ല, മാത്സ് പഠിക്കുന്നുണ്ടോ? ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ആവണമെങ്കിൽ അല്ല, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ വർക്ക് ആവൂ. ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടോ ലെഫ്റ്റ് ഉണ്ടോ? അതെങ്ങനെ അറിയാം ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടെന്ന്? എല്ലാവർക്കും ഉണ്ട്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നില്ലല്ലേ? റൈറ്റ് കാണും, ഇപ്പൊ പാട്ടൊക്കെ പാടുന്നില്ല, പക്ഷെ ലെഫ്റ്റ് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? തെളിയിച്ച് നോക്കണോ? ടെസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ നമുക്ക്? ഇനി കീറിയൊക്കെ തലൊക്കെ കീറി എടുക്കണം. അങ്ങനെ നോക്കിയാലോ നമുക്ക്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ കാണിക്കാനായിട്ട്? എങ്ങനെ ഇപ്പൊ എം ജെ അങ്കിളിന് മനസ്സിലാവാതെ പ്രൂഫ് കൊടുക്കണം. രണ്ട് ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചേ. എന്നാ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഇടും, അതിന് ഞാൻ ആൻസർ പെട്ടെന്ന് പറയും. ഓക്കെ ശരി. ആൻസർ എഡിഷൻ ആണോ? ഓക്കെ ഓക്കെ ശരി. ഞങ്ങൾ കണ്ടാണെ വർക്ക് ആവുന്നത് ഇതൊക്കെ. എനിക്കൊരു കാര്യം മനസ്സിലായി. അല്ല, വർക്ക് ആവുന്നുണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, പക്ഷെ റൈറ്റ് ബ്രെയിൻ ഉണ്ടോ? അയ്യോ, അതേ ഉള്ളൂ. വെരി ക്രിയേറ്റീവ്. റൈറ്റ് ആണ് കൂടുതലുള്ളത്. ആണോ? ലെഫ്റ്റ് ഇപ്പൊ ഉണ്ടായി തുടങ്ങി അല്ലേ? ഉണ്ടായി തുടങ്ങി. അതെ, അബാക്കസ് പഠിക്കുന്നുണ്ട്, അപ്പൊ പഠിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് പാട്ട് പാടാം, അതാ നല്ലത്. പാട്ട് പാടാം. ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ടില്ലേ ഒരു സാധനം കൂടി ഉണ്ട്. അതെന്താ? പാട്ട് കഴിഞ്ഞിട്ട് വേണോ ഇപ്പൊ വേണോ? പാട്ട് കേട്ടിട്ട് റൈറ്റ് ബ്രെയിൻ ഒക്കെ നമുക്കൊന്ന് ഉണർത്തിയിട്ട് വരാം. അത് മാത്രമല്ല, ഒരു സാധനം കൂടെ പറഞ്ഞോട്ടെ. അച്ഛനും അമ്മയും വിയറ്റ്നാമിൽ ടൂർ പോയേ. അപ്പം അവര് ഈ ഗുഹ കാണാൻ വേണ്ടി പോയേ. അവിടെ ഒരു ഗൈഡ് ഉണ്ട്, ഇങ്ങനെ എല്ലായിടത്തും സ്ഥലത്തും കൊണ്ടുപോകുന്നത്. അതിന്റെ പേര് തുയ് എന്നാണ്. തുയ്. എന്നിട്ട് അവര് പറഞ്ഞു ഗുഹയൊക്കെ കണ്ട് രസിച്ചിട്ട് അവിടെ അറ്റത്ത് ഞാൻ നിക്കും, അവിടെ മീറ്റ് ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് മമ്മയും പപ്പയും ഒക്കെ ഗുഹയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വന്നു. എന്നിട്ട് മമ്മ പറഞ്ഞു അതേ തുയിരിക്കുന്നു, നമുക്ക് പോകാന്ന്. എന്നിട്ട് പപ്പ പറഞ്ഞു അതല്ല, എന്നിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതാ തുയ്, നമ്മളുടെ തുയ്യെന്ന്. എന്നിട്ട് രണ്ടുപേർക്കും കൺഫ്യൂഷനായി. ഏതാണ് എല്ലാ മുഖവും ഒരുപോലെ ഇരിക്കുന്നു, ഒരുപോലെ ഇരിക്കുന്നു. അവസാനം എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ടാണ് ഹോട്ടലിൽ. ഇപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്തായാലും ആ കാര്യം പറയും. കുക്കു 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 കക്ക കക്ക കാവരിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാൻ പെട്ടി. കക്ക കക്ക കാവരിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാൻ പെട്ടി. കൊക്കരക്കോ കെട്ടു കിട്ടിയ കോമാളി മിന്നലേ, നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം, നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം. കക്ക കക്ക കാവരിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാൻ പെട്ടി. കള്ളക്കണ്ണ കിളുക്കാൻ പെട്ടി, കള്ളക്കണ്ണ കിളുക്കാൻ പെട്ടി.
ഇരുന്നാലോ മേലാകെ പൂമ്പൊടി പറ്റുകില്ലേ കക്ക കക്ക കാവലിക്കാക്കെ കള്ളക്കണ്ണ കിളി കിളിയെ കിലുക്കാൻ പെട്ടി അന്തിമങ്ങും നേരത്ത് ആളൊരിഞ്ഞൊരി പാടത്ത് ചേക്കേറാനിടം തിരഞ്ഞതിലെന്ത് രഹസ്യം അന്തിമങ്ങും നേരത്ത് ആളൊരിഞ്ഞൊരി പാടത്ത് ചേക്കേറാനിടം തിരഞ്ഞതിലെന്ത് രഹസ്യം തമ്മിലുരുമ്മി ഉരുമ്മി ഇരുന്നാലോ തമ്മിലുരുമ്മി ഉരുമ്മി ഇരുന്നാലോ കൈമാറും തേന്തരി വറ്റുകില്ലേ കാവരിക്കാക്കെ കള്ളക്കണ്ണ കിളി കിളിയെ കിലുക്കാൻ പെട്ടി സൂപ്പർ സൂപ്പർ. രസബേബി ആണല്ലോ കിൽക്കാൻ പറ്റി അല്ലേ? ഞാൻ കിലുക്കാൻ പെട്ടി പിന്നെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കില്ലേ? എപ്പോഴെങ്കിലും നിർത്താറുണ്ടോ വീട്ടില് സംസാരം? ചെലപ്പോ നിർത്താറുണ്ട്, ഒരു സെക്കൻഡ് നിർത്താം. അതെങ്ങനെയാ? ഭക്ഷണം കഴിക്കാൻ വായിലിടുമ്പോ ചെലപ്പോഴും ഉറക്കത്തില് സ്വപ്നത്തില് ഒരു സംസാരിക്കും. കാര്യം ചെയ്യാം, നമുക്കൊരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു വെക്കാം. അതാ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും. ഉറക്കത്തിൽ സംസാരിക്കുന്നോണ്ട് ഞാനില്ലേ, ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് പകല്ലേ എഴുന്നേറ്റ് അക്ഷയ ചേട്ടന്റെ പകലിൽ വീട്ടിൽ ഉറക്കത്തിൽ പോയിരുന്നു. അപ്പുറത്തെ വീട്ടില് ആണോ? പകല് അപ്പുറത്തെ വീട്ടിൽ പോയോ? ആ ഉറക്കത്തിലാ? ഉറക്കത്തിലപ്പൊ ഇങ്ങനെ നടന്നു പോവോ? ഉം. പോവും. ഇങ്ങനെ നോണ പറയുന്ന നോക്ക്, വെറുതെ പറയാ. ക്യാമറ നോക്കിയപ്പോ കണ്ടതാ. കണ്ണടച്ചിട്ടാണോ പോയത്? ശരിക്കും? അത് കണ്ണു കുട്ടി തുറന്നോ? കാണാൻ ക്യാമറ നോക്കിയാണ് കണ്ടുപിടിച്ചത്. ഓ അത് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചല്ലേ? മമ്മിയോട് ചോദിച്ചാൽ അറിയാം കറക്റ്റ്. കള്ളക്കുട്ടിയല്ലേ? അഭിനയിച്ചല്ലേ? അല്ല ആണാണ്. അല്ലെന്നേ, ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ അക്ഷയ ചേട്ടന്റെ ഇതാണ് അക്ഷയ ചേട്ടന്റെ വീട്, അപ്പുറത്തെ വീട്. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണി, ഇത് ഞങ്ങളുടെ റൂം. അത് ഇതിലെ കൂടെ ഇറങ്ങിയിട്ട് ഈ ബാൽക്കണിയിൽ വന്നിരുന്നു. അത് ശരി. അപ്പൊ ശരി. ഉറക്കത്തിൽ നടക്കണ സ്വഭാവം കൂടി ഉണ്ട്. കൊള്ളാം. അതെ. Very good, very ഉറക്കത്തിൽ good. പാട്ട് പാടാറുണ്ടോ? ഇല്ല. ഡാൻസ് ഇല്ല. ഡാൻസ് ഡാൻസ് ചെയ്യാറുണ്ടോ? കരാട്ടെ. അപ്പം ആ ബ്രെയിൻ വർക്ക് ചെയ്യില്ല ഉറങ്ങുന്ന ഓ, സമയത്ത്. ഓക്കെ. Okay. Relax ചെയ്ത് വെച്ച് ഞാൻ ആ കാര്യം കാണിക്കട്ടെ. ആദ്യം പാട്ട് പാട്ട് പറഞ്ഞില്ലല്ലോ. പാട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ പാട്ട് അടിപൊളിയായിരുന്നു, ഉഗ്രനായിട്ട് പാടി. അതെ. നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം, നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം, കക്ക കക്ക കാവതിക്കാക്കെ കള്ളക്കണ്ണ കിളി കിളിയെ കിലുക്കാൻ പെട്ടി, കള്ളക്കണ്ണ കിലുക്കാൻ പെട്ടി. ചേച്ചി ഓ എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? എങ്ങനെയുണ്ടായിരുന്നു എന്ന്? പാട്ട് അടിപൊളിയല്ലേ? മറ്റേ ആ പന്തല് കണ്ടോന്നൊരു വരി ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. പന്തലു കണ്ടോ അതെ, 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 അതെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രഹസ്യം, അനുപല്ലവിയില് എന്തു രഹസ്യം. ഓ സംഗതി ഉണ്ടോ? ആ അതെ 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 ക്ലീൻ. അതെ. നീ ഞാൻ റോബിസ് ക്യൂബ് ചെയ്തോട്ടെ. ആ ആ അമ്മ റോബിസ് ക്യൂബ്. സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോ ഞാൻ പിന്നെ ആർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ആർക്കും ചെയ്യാൻ പറ്റും. ആ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഡി സെറ്റ് ഗോ. എന്തൊക്കെ കഴിവുകളാണല്ലേ. ഇപ്പൊ സെറ്റ് ഇനി ഇത് പെട്ടെന്നാവും അതിപ്പം. വൈറ്റ് ആയടാ. ആയി ഇപ്പൊ എല്ലാ സൈഡും ആവും. യെസ്. ഇല്ല ഇല്ല. Come on, you can do it. Come on, come on, Yes. come on. പറ്റും പറ്റും. Finished. അതാ ടെസ ടെസ. Success. കൊള്ളാം. ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10 സെക്കൻഡ് കൊണ്ട് ഇത് ചെയ്തന്നെ. ആ എന്നാ ഒന്ന്
കാണാൻ. പക്ഷെ ഞാൻ വീട്ടിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അയ്യോ, ആരെയും കാണിക്കൂല. ആരെയും കാണിക്കൂല. അത് സത്യമല്ല, എന്നാൽ സത്യമല്ല. Hidden talent ആണ്. ഹിഡൻ ടാലന്റ് ആണ്. അപ്പൊ പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ നമ്മുടെ കുഞ്ഞിന്. അവരിക്കൊക്കെ കലക്കല, കിലുക്കാൻ പെട്ടി. Yes. ചെല്ല് എടുത്തോ. അടുത്തതായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു സൂപ്പർ മെലഡി പെർഫോമൻസുമായിട്ട് നമ്മുടെ ഒരു കുഞ്ഞുമണി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ് ഓൺ സ്റ്റേജ്. അത് അങ്ങനെ കുറെ ദിവസമല്ല ഞാൻ കുറെ ദിവസമായി ഞാനൊക്കെ മിസ് ചെയ്തിട്ടാ. എത്ര ദിവസമായി നമ്മളെ കണ്ടിട്ട് അല്ലേ? മിസ് ചെയ്തിട്ടാ ഞാൻ മിസ് ചെയ്ത്. സുന്ദരിമണി, ഇത് ആരെയും മുടിയൊക്കെ കെട്ടി തന്നെ? ആ മുടി കെട്ട് നല്ല രസമില്ലേ? സ്റ്റൈലാണ്ടിട്ടാ. ഇതിനാണ് കൊമ്പ് കെട്ടാന്ന് തിരിഞ്ഞേ നോക്കട്ടെ. എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും മുടി രണ്ട് ഭാഗത്തും. പിന്നെ ഇവിടെയും കെട്ടാറില്ലേ? ഇവിടെ വെള്ളച്ചാട്ടം പോലെ. അതൊരു തെങ്ങ് പോലെ. അത് കുറച്ചും കൂടെ ചെറിയ മുടിയാവുമ്പോ നല്ല തെങ്ങ് രസമായിരിക്കും. പോലെയും കെട്ടും, പിന്നെ അങ്ങനെ ഉണ്ട പോലെ വെക്കുകയും ചെയ്യും. ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. കുഞ്ഞു പാവ പോലെ ഉണ്ടല്ലേ? യെസ്, പാവക്കുട്ടി. പാവക്കുട്ടി ഏതാണ് പാട്ട്? കൊല്ലം കോട്ട് തൂക്കം നേർന്ന് കുഞ്ഞാറ്റങ്കിളി. സൂപ്പർ പാട്ടാണേ. താങ്ക് യു. അപ്പൊ ഡീറ്റെയിൽസ് എന്താ? സിനിമ കുടുംബ വിശേഷം. മ്യൂസിക് ജോൺസൺ സാർ. ലിറിക്സ് പിച്ചു തിരുമല സാർ. പാടിയത് യേശുദാസ് സാറ്. വർഷം 1994. ഓക്കെ, മിടുക്കി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, ൂതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ ആവാദം പൂവിനെ പാട്ടിയുറക്കാനു ഞാലും കൊണ്ടുവ പൈങ്കിളി. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, ൂതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. പിച്ചകത്തോട്ടിൽ പിച്ച വെച്ചും മച്ചകത്തോട്ടിൽ മുട്ടിരച്ചും കാൽവളര് അക്ഷരപ്പാട്ടിലാകുറിച്ചും അക്കങ്ങൾ പോത്ത പൂപറിച്ചും കൈവളര് കുങ്കുറുമ്പേ ചില്ലപ്പൊന്തിടമ്പേ ഇന്നും ഈ കുറുമ്പു തോണിയൂന്നും പൂനയമ്പു നീ. കൊല്ലം കോട്ടു തൂക്കം നീന്ന കുഞ്ഞാറ്റങ്കിളി, ൂതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. ഇത്തിരി കൊണ്ടു മുത്തിരികൾ കൊത്തിയിടുന്ന കിക്കിളികൾ തക്കിളികൾ. കത്തിയമന്ന ചാമ്പലിലും പൊട്ടിവിടുന്ന പൂങ്കിളികൾ മൺകിളികൾ. കൊച്ചുമോഹം കൊണ്ടു മച്ചുമേയും നമ്മൾ കണ്ണുനീർ
കുഞ്ഞാറ്റം കിളി കോതാമൂരിപ്പാട്ടും പാടിവായോ ഈ വഴി ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാലും കൊണ്ടുവാ പൈങ്കിളി കൊല്ലം കോട്ടു തൂക്കം നേന്ന് കുഞ്ഞാറ്റം കിളി കോതാമൂരിപ്പാട്ടും പാടിവായോ ഈ വഴി. ആയ്, അടിപൊളി. അതെ, ഈ പാട്ടിലുള്ള കുഞ്ഞാറ്റം കിളി ആരാ? ഞാനാണ്. അങ്ങനെ ഒരു കിളിയായിട്ടാണ് അവിടെ നിക്കണേട്ടോ. താങ്ക് യു. കിളി പാട്ട് പാടുന്ന ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ അല്ലേ? ആ, എനിക്ക് നമ്മുടെ എസ്തർ കുട്ടിയെ പറ്റി പറയാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഇത്തിരിയായൊരു ഒത്തിരി എന്നാണ്. അതെ 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 correct. ആകെ ഇത്തിപ്പോര എന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പറയും. ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ ഒത്തിരി ഉണ്ട് ഉള്ളിൽ. Yes, correct ആണ്. ആ, മ്യൂസിക്കിന്റെ ഒത്തിരി ഉണ്ട്. അതിങ്ങനെ വളർന്ന് വളർന്ന് വരും. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴും കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞു മകളല്ലേ. ആ, ചില വരികളൊക്കെ അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ അതെ ആഹാ, അക്ഷരപ്പാട്ടിൽ ആ കുറിച്ചും അക്കങ്ങൾ പൂത്ത പൂ പറിച്ചും കൈ വളര്. അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടിയില്ലേ മേളിലോട്ട്, അങ്ങ് ആകാശത്തോട്ട് പോയില്ലേ? അതങ്കിൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ എനിക്ക് ഇങ്ങനെ കിളി ഇങ്ങനെ പറന്നു പോകുന്ന പോലെ കണ്ടത് പാടിക്കൊണ്ടാണ്, വെറുതെ അല്ല, പാടിക്കൊണ്ട് ഇങ്ങനെ കിളി പറന്നു പോവാ. അത് രസമുണ്ടായിരുന്നു കേട്ടോ. അതൊരു പഞ്ചവർണ്ണ പൈങ്കിളിയാണ് കേട്ടോ. പഞ്ചവർണ്ണ പൈങ്കിളി 5 നിറങ്ങളുണ്ട് ആ പൈങ്കിളിക്ക് കേട്ടോ. വെറും പൈങ്കിളിയില്ല കേട്ടോ, അങ്ങനെ ഭയങ്കര സംഭവങ്ങളുണ്ട് നമ്മുടെ എസ്തർ കുട്ടിയുടെ പാട്ടിന് കേട്ടോ. ആ, പിന്നെ 1000 കാവിലെ ആദ്യം പാടില്ലേ, അത് കുറച്ചും കൂടെ ശ്രുതി ചേർത്ത് പാടിത്തരാമോ? 1000 കാവിലെ ആവാരം പൂവിനെ. ആ, എസ്തർ കുട്ടിയോടാണ് കളിയുന്നത് കറക്റ്റ് ഇട്ട്. അതെങ്ങനെ? പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം, കുറച്ചു ദിവസം ഗ്ലൂമില്ലായിരുന്നു, ഈ ദിവസം എങ്ങനെ ഗ്ലൂം വന്നു? ഞാൻ അവിടെ ശ്വാസം എടുക്കാൻ മറന്നുപോയി. ആണോ? ശ്വാസം എടുക്കാൻ മറന്നുപോയി. ഓ, അല്ല, അതുകൊണ്ട് നമ്മളെ ആ ഗ്ലൂം എല്ലാം കൂടെ ഒരു 5-6 ഗ്ലൂം ബോട്ടിൽ എടുത്ത് വെച്ചല്ലേ? അത് ഗ്ലൂമല്ല സാറേ, എന്തായിരുന്നു? പിന്നെന്തായിരുന്നു? അതെനിക്ക് ശ്വാസം കിട്ടാണ്ടത് വന്നതാ. അങ്ങനെ ശ്വാസം വന്നതല്ലേ? കിട്ടാണ്ടായതാ. അത് ഗ്ലൂം ഒന്നും ആയിരുന്നില്ല, അത് ആ, കേക്കാൻ ഗ്ലൂം പോലെ ഉണ്ടായിരുന്നു. അത് ശ്വാസം കിട്ടാത്താണ്, നമുക്ക് തോന്നിയതാണ് ഗ്ലൂം. തോന്നിയതാ പോലെ, ഗ്ലൂം. അതെ അതെ. അത് എന്റെ കുഴപ്പമാണോ അങ്ങനെ ഗ്ലൂം? അല്ല, എല്ലാവർക്കും, നമുക്ക് എല്ലാവരും കുഴപ്പം അത്. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പമാണ്. അതെ അതെ അതെ. വാട്ട് ഇസ് ദിസ്? ആ, ഒരു വീഡിയോ എടുക്കട്ടോ? വേണ്ട. വേണ്ട. Okay. അപ്പൊ ഗ്ലൂം കുട്ടി അങ്ങനെ ഇന്നൊരു ഗ്ലൂം, അല്ല ഗ്ലൂം അല്ല, ഈ ശ്വാസം കിട്ടാതെ വന്നു. അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ പറയരുത്. അത് സാരമില്ല കേട്ടോ. പക്ഷെ കുറേ ഭാഗങ്ങളൊക്കെ അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. മിനുകൂടാ, എന്തോ ഈ കൊല്ലങ്കോട് എന്ന് കേട്ടിട്ടുണ്ടോ? സ്ഥലമല്ലേ? അതെ. അതെവിടെയാ? പാലക്കാട് സൈഡാണോ? എനിക്കറിയാം. പാലക്കാട് അതെങ്ങനെ അറിയാം? കൊല്ലങ്കോടുണ്ട്. കേട്ടിട്ടുണ്ട്. ആണല്ലേ? ആ, ഇത് പാലക്കാട്ടെ കൊല്ലങ്കോടല്ല, ഈ കന്യാകുമാരി ജില്ലയിൽ നമ്മുടെ സൗത്ത് കേരള, സദേൺ ട്രാവൻകൂർ പഴയ അവിടുത്തെ ഒരു ക്ഷേത്രമാണ് കൊല്ലങ്കോട്. അമ്പലമാണോ? ഞാനവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം ഞാനും ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് എന്റെ ഗുരുനാഥനോട് ഞാൻ അവിടെ പാടിയിട്ടുണ്ട്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ആണ് തൂക്കം മഹോത്സവം. അതായത് കുഞ്ഞുങ്ങളോ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ തൂക്കം ആൾക്കാർ ഉണ്ട്, അവര് ഇങ്ങനെ തൂക്കി കയറ്റി ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഒരു, അതാണ് അവിടുത്തെ ഒരു മഹോത്സവം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന അതാണ്. അപ്പൊ അത് സദേൺ ആണ്. അടുത്ത അപ്പോ കൊല്ലങ്കോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി. കുഞ്ഞാറ്റം കിളി എന്ന് പറയുന്നത് ഒരു ദേശാടന പെങ്കിളിയാണ്, എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. അപ്പോ ആ കിളി പിന്നെ പോകുന്നത് കോതാമൂരി പാട്ടും പാടി എന്ന് പറയുന്നത് ശരിക്ക് ഈ നോർത്തേൺ കേരളയില്, മറ്റേ സദേൺ ആയിരുന്നു. നോർത്തേൺ കേരളയിൽ ഇപ്പൊ ചെറുകുന്ന് ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? കണ്ണൂര്. പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ആ, ഒരു മഹാക്ഷേത്രമാണ്. അവിടെ അമ്മയാണ്, ചെറുകുന്നിൽ അമ്മയാണ്. പണ്ട് രമേശൻ നായർ സാർ ഒരു വരി എഴുതി തന്നു. അതായത്
ഒരു കുന്നു ചോറുമായി കാത്തിരിക്കുന്നു ചെറുകുന്നിലമ്മയാം തമ്പുരാട്ടി എന്ന്. ഓഹോ. ആ അമ്മയുടെ ചരിതം പാടുന്ന ആ പാട്ട് എന്ന് പറയുന്നത് കോതാമൂരി പാട്ടാണ്. ആ ഈ കോതാമൂരി ആട്ടം എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ തെയ്യമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ബിച്ചു സാർ എന്നുള്ള ജീനിയസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവിടെയും നേർന്നു ഇവിടെയും നേർന്നു എന്നാണ്. എല്ലാവരുടെയും കൂടെ ഈ ദേശാടന പൈങ്കിളിയായിട്ട് നടന്ന് എല്ലാവരുടെയും നേർന്നു എന്നുള്ളതാണ്. അത് ഒരു 2 വരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു അത്ഭുതകരമായിട്ടുള്ള, അത് ബിച്ചു സാറിന് മാത്രം പറ്റുന്ന ഒരു ഗ്രേറ്റ്നെസ് ആണ്. ബിച്ചു സാറിൻ്റെ കൂടെ ഇരിക്കാനും അദ്ദേഹം നന്നായിട്ട് അസലായിട്ട് പാടും, അസലായിട്ട് കമ്പോസ് ചെയ്യും. എസ്തർ കുട്ടി എപ്പോ പാടിയാലും അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട്. പാട്ടിലെ ഓരോ വരികളും ഓമനിച്ചാണ് എസ്തർ കുട്ടി പാടുന്നത്. അതാണ് എസ്തർ കുട്ടിയുടെ പ്രത്യേകത. അത് വളരെ അപൂർവം പേർക്ക് ഞാനത് കണ്ടിട്ടുള്ളൂ. ഇവിടെ കൊല്ലംകോട്ട് ആ പല്ലവിയൊക്കെ പാടിയപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾക്ക് വേദനിക്കുമോ അങ്ങനെയുള്ള രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഓമനിച്ചാണ് പാടിയത്. കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇത്രയും ഇമോഷൻസ് കൊടുത്ത് പാടാൻ എങ്ങനെ സാധിക്കണേ എന്ന് എനിക്ക് തോന്നാറുണ്ട്, അത്ഭുതം തോന്നാറുണ്ട്. അതാണ് നേരത്തെ MJ അങ്കിൾ പറഞ്ഞ ഇത്തിരി ആയൊരൊത്തിരി. അതെന്താ വെച്ചാൽ ഇത്തിരി ഉള്ളു, ഒരു കുഞ്ഞിക്കുരുവിയാണ്, പക്ഷെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഉള്ളില്, കഴിവുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. യെസ്, മെച്യൂരിറ്റി ഉണ്ട് പാടുന്നതിൽ. അതായത് ഈ മോൾ എത്രയും കുഞ്ഞതാണെങ്കിലും വലിയ സിംഗേഴ്സ് പാടുന്ന പോലെയാണ് ചില ഭാഗങ്ങളൊക്കെ പാടുന്നത്. അപ്പൊ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. പാടിയത് മൊത്തത്തിൽ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഓപ്പണായിട്ട് ആ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ആദ്യ തുടക്കം കുറച്ച് ഒതുക്കി പാടിയതും പിന്നെ ഓപ്പണായിട്ട് പാടിയില്ലേ, അടുത്ത 3rd ലൈൻ എന്തോ അവിടെ നിന്ന് മുതൽ ഓപ്പണായിട്ട് വരുന്നില്ലേ, തുറന്നു പാടുന്നില്ലേ, അതൊക്കെ വളരെ രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ഗ്ലുമെന്ന് ഞാൻ പറയുന്നില്ല, ശ്വാസം കിട്ടാതെ വായോ ഈ വഴി അവിടെ. പിന്നെ ഒരു കൊച്ചു മോഹം കഴിഞ്ഞിട്ടൊരു അവിടെയും ശ്വാസം കിട്ടാതെ പോയ ഒരു സ്ഥലം വരാൻ പോയി, ശ്വാസം കിട്ടാതെ ആവാൻ പോയി, പക്ഷെ ശ്വാസം കിട്ടി. അതെ, അത് ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കി. എസ്തർ ബേബി, ഈ മധുച്ചേട്ടൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നേരത്തെ പോയി പറയുന്നത്. അതെന്താ അങ്ങനെ എസ്തർ ബേബി? ഞാനിവിടെ ഫീൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഫീലായിട്ട്, നല്ല രസത്തിൽ, നല്ല ഫീലോട് കൂടി എസ്തർ ബേബി പാടുന്നു എന്ന് ഞാനിവിടെ ഫീൽ എന്ന് എഴുതി വെച്ചു. അത് മധുച്ചേട്ടൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഞാൻ ഇനി എന്ത് പറയും? ഞാനിവിടെ മെച്യൂരിറ്റി എന്ന് എഴുതി വെച്ചു. അതായത് നല്ല മെച്യൂറായിട്ട് പാടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തു നിന്നു. എന്റെ മെച്യൂരിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി മധുച്ചേട്ടൻ്റെ അത് പറഞ്ഞു. ഇനി എനിക്ക് ആകെ ഒരു കാര്യമേ ബാക്കിയുള്ളൂ പറയാൻ വേണ്ടി. നല്ല സമാധാനമായിട്ട് അവിടെ നിന്ന് പാടി, നല്ല കാമായി പാടി. അതാണ് എനിക്ക് ഇനി പറയാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം മധുച്ചേട്ടനും MJ സാറും കൂടെ അങ്ങ് നേരത്തെ പറഞ്ഞു തന്നു എസ്തർ ബേബിക്ക്. കേട്ടോ, ഒരു പ്രത്യേക തരം സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞുവാവ ശബ്ദത്തില് ഈ പാട്ട് കേൾക്കാൻ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു എസ്തർ ബേബിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, പാട്ടും പാടി വായോ ഈ വഴി. ബാക്കിയൊക്കെ നല്ല ഫീലോട് കൂടെ പാടി, നല്ല രസത്തിൽ എസ്തർ ബേബി പാടി. എനിക്ക് ഈ കോസ്റ്റ്യൂമും ആ 2 കൊമ്പൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് ഈ പാട്ടും കൂടെ പാടിയപ്പോ എനിക്കിങ്ങനെ ഹൈഷ്, ഇത് ആരാ ഇത് എന്ന് തോന്നിപ്പോ എനിക്ക്. കേട്ടോ, മിടുക്കിയായിട്ട് പാടിയേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എസ്തർ ബേബി, മധുച്ചേട്ടൻ പറയാത്ത ഒരു കാര്യം ഞാൻ പറയാം. അതാണ് ഇന്നത്തെ മാർക്ക്. പറയട്ടെ, എസ്തർ ബേബിയുടെ ഇന്നത്തെ മാർക്ക് 97.5 out of 100. അപ്പൊ എസ്തർ കുട്ട, ഓൾ ദി ബെസ്റ്റ്. MJ അങ്കിൾ
ഇനി പാടാൻ എത്തുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ടോപ്പ് സിംഗറിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം ഒക്കെ കിട്ടുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ശിവകാമി കുട്ടിയാണ്. വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ആരായി വരുന്നേ? ഒരു ചേച്ചി അല്ലേ? നല്ല ഐശ്വര്യം ഉണ്ടല്ലോ കാണാൻ. പെട്ടെന്ന് വലിയ കുട്ടിയായി. അതെ, ഇത് ഒരു വലിയ ചേച്ചിയെ പോലും. ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അങ്ങനെ തോന്നി ഈ സെറ്റ് മുണ്ട് കൊടുത്തിട്ട്. ശിവകാമിക്കുട്ടി വലിയൊരു ചേച്ചിയായിട്ട് 18-20 ഇയേഴ്സ് മോളിൽ ആ ഒരു പ്രായം. ഒരു മോളോ? അപ്പൊ എന്നെ കഴിഞ്ഞ് അത് ഞങ്ങൾ സങ്കല്പിക്കുകയാണ്. അതെ, ആ ഒരു സമയത്ത് എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങളുടെ മനസ്സിൽ. അത് ശരി, അത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് 2 അടി പൊക്കം കൂടിയിട്ടുണ്ട്. മുടി വളർന്നല്ലോ. തിരിഞ്ഞ മുടിയൊന്ന് കാണട്ടെ. ഇത് കണ്ടില്ലേ? അപ്പൊ പൂ എങ്ങനെയാ? പ്ലാസ്റ്റിക് എല്ലാവരും മുടിയാണെങ്കിലും പ്ലാസ്റ്റിക് പൂവാണെങ്കിലും നല്ല ഐശ്വര്യം ഉണ്ട് കാണാൻ. അതെ, അത് ഒറിജിനലാണല്ലോ. ശിവകാമി കുട്ടി ഒറിജിനലാ. കഴിഞ്ഞ ദിവസം പാടാനായിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നതാണ് നമ്മുടെ കുഞ്ഞ്. പക്ഷെ അപ്പോഴാണ് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വന്നത് അല്ലേ? അപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി അല്ലേ? അപ്പൊ അതാണ് നമുക്ക് വളരെയധികം സമാധാനമുള്ളത്. നമ്മുടെ കുഞ്ഞ് ഈസ് ബാക്ക്. അതെ, അത് മാത്രമല്ല മുന്നത്തേനേക്കാൾ നന്നായി സംസാരിക്കുന്നുണ്ട്. പുതിയ സംസാരിക്കാൻ പുതിയ എക്സ്പ്രഷൻ മാറി. അതിപ്പോ വീട് പോലെ ആയി. കൊറേ പാട്ടൊക്കെ പാടി എല്ലാരും പരിചയപ്പെട്ട് പരിചയമായി എല്ലാരും. ശരി, അപ്പൊ നമുക്ക് പാട്ട് പാടാം അല്ലേ? അതെ, അതായിരിക്കും നല്ലത് അല്ലേ? ആരാ കൂടെ വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ട്? കോട്ടയത്തുനിന്ന് ഗോപിനാഥൻ അങ്കിളും ശോഭൻ. ഇവരൊക്കെ ആരാ? ഇത് എന്റെ വീട്ടിൽ കാണാൻ വന്നതാണ്. ആണോ? കോട്ടയത്തുനിന്ന് ശിവകാമിക്കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട്, ശിവകാമിക്കുട്ടി ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ വന്നതാണ്. നേരിട്ട് പാട്ട് കേൾക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഗോപിനാഥ് സാറിനും ശോഭ മാഡമിനും വെൽക്കം. നമസ്കാരം. നമ്മുടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം അല്ലേ? സംഗീതം ആരൊക്കെ തമ്മിലാണ് ഒന്നിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതാണ് മ്യൂസിക്കിന്റെ ഒരു വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ വന്നതിന് താങ്ക്സും പ്രോത്സാഹിപ്പിക്കാൻ സോ മച്ച്. അപ്പോ കുഞ്ഞെ, ഏതാണ് പാട്ട്? കതിവനൂർ വീരനെ. കല്ലറ ഗോപൻ ചേട്ടൻ പാടിയതല്ലേ? ഗോപൻ ചേട്ടന് ഒരു വലിയൊരു നമസ്കാരമുണ്ട്. ഞാൻ ഏറെ 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 ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ് ഗോപൻ ചേട്ടൻ. ഒരു അസാധ്യമായിട്ടുള്ള ഒരു കലാകാരനാണ്. പാട്ട് മാത്രമല്ല, അദ്ദേഹം തമ്പുരു ഇല്ലേ, നമ്മുടെ തമ്പുരു ഇല്ലേ, തമ്പുരുയിൽ അദ്ദേഹം പാട്ടുകൾ വായിക്കും. ഭയങ്കര അത്ഭുതമാണ്. വേറൊരു കഴിവും കൂടി ഉണ്ട്. പാട്ട് ഈ അക്ഷരങ്ങൾ തിരിച്ചു പാടും. എന്നിട്ട് പണ്ട് റെക്കോർഡർ ഉണ്ടായിരുന്നില്ലേ, അതിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോ ശരിക്കും പാട്ട് തന്നെ പാട്ട് പ്ലേ ആവും. വേണമെങ്കിൽ മുഴുവനും വേണമെങ്കിൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ. അതെ, വലിയൊരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് പാടിയിരിക്കുന്നത്. ഇപ്പൊ ഈയിടെ അദ്ദേഹത്തിന് ബെസ്റ്റ് മ്യൂസിക് കമ്പോസറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ. അപ്പൊ അതിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാമോ? സിനിമ കളിയാട്ടം, സംഗീതവും വരികളും കൈതപ്രം സാറ്, വർഷം 1997. വെരി ഗുഡ്. നന്നായിട്ട് പാടണേ കുഞ്ഞെ. ഇന്ന് എല്ലാം ഓക്കെ ആണല്ലോ? ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ പോയ പോലെ ചോദിക്കണം. എല്ലാം ഓക്കെ അല്ലേ? ബിപി ഒക്കെ എടുത്തില്ലേ? ശ്വാസം വലിച്ചു വിട്ടത്. ഓൾ ദി ബെസ്റ്റ്. പൂവത്തറയിൽ പോന്നു വന്നവളെ ചെമ്മരത്തിയെ ദാഹിക്കുന്നു സംഭാരം തരുമോ ചെമ്മരത്തിയെ. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു,
കതിവന്നൂരമ്മ കേട്ടിലയോ നീ മകളെയൻ ചെമ്മരത്തിയേ കതിവനൂർ വീരന്റെ കഥ കേട്ടു പിടഞ്ഞു മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കോടിമാർ പിരിഞ്ഞു ചതിത്തീലവളന്നുടലോടെ മറഞ്ഞു കതിവനൂർ വീരന്റെ കനലോടു ചേർന്നവൾ സ്വർഗത്തിലെ ശ്യാം, സ്വാതി, സൂപ്പർ. എന്ത് രസം ആ ടെക്സ്ചർ കേൾക്കാന്നറിയോ വോയിസിന്റെ. സോ ബ്യൂട്ടിഫുൾ. നല്ല ഡിവൈൻ ആയിരുന്നു. ഡിവിനിറ്റി. നമ്മുടെ ചെണ്ട മനുഷ്യൻ മുരളിയാണ്, നമ്മുടെ തബല മനുഷ്യൻ ആനന്ദമാണ്, പിന്നെ നമ്മുടെ ഋതം മനുഷ്യൻ മധുമാമ. ഓ, എന്താ പറയുന്നു? ഓ, എന്നാ പറയാനാ. ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? എവിടെയാ? അയ്യോ, അങ്ങനെ എനിക്കറിയത്തില്ല. ന്യൂസിലൻഡിലാണോ? അല്ല, ആ. ആഫ്രിക്കയിൽ. ഓ, ആണോ? റിയലി? ഓക്കെ. വെല്ലിംഗ്ടൺ, ന്യൂസിലൻഡ്, അഡിലൈഡ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ഈ ഇടങ്ങളിലൊക്കെ പോയിട്ട് വന്ന മനുഷ്യരാരാ? നമ്മുടെ മധു മനുഷ്യൻ. അപ്പൊ ഒരു ഗ്രാൻഡ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അല്ലേ? വെൽക്കം ബാക്ക് മധു. അപ്പൊ താങ്ക് യു. ചിത്ര ചേച്ചിയുടെ കൂടെ ആയിരുന്നു. എല്ലാം ഗംഭീരായില്ലേ? എല്ലാം ഗംഭീരായി. ദൈവത്തിന് അനുഗ്രഹം. സുശാന്ത് ഉണ്ടായിരുന്നു അവിടെ. അതെ. അപ്പൊ സുഷ് മനുഷ്യനും മധു മനുഷ്യനും കൂടി അവിടെ പോയി തകർത്തു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആദരത്തിൽ ആദ്യം മധു മാമൻ പറയട്ടെ. ശരി, പ്രതീക്ഷിച്ചില്ല അല്ലേ? ശിവകാമേ ഉഗ്രനായിട്ട് പാടി. നന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ പാടാൻ പറ്റിയില്ല അല്ലേ? ആ, എന്തായിരുന്നു? ഛർദിക്കാൻ മുട്ടി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണ്. അത് പാട്ട് കേട്ടപ്പോ മനസ്സിലായി. നന്നായിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത്. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കളിത്തോടി ഉറങ്ങി അവൾ മാത്രം ഉറങ്ങാതെ കഴിഞ്ഞു. ആ സെറ്റ് സാരിയെ കൊടുത്തിട്ടേ നല്ല ഐശ്വര്യവും
ആ പാട്ടും ഈ സെറ്റ് സാരിയൊക്കെ അതും തമ്മിൽ നല്ല മാച്ചിങ് ആണ് കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. പിന്നെ ആ പല്ലവിയിൽ മാത്രം തുണ്ടു പല്ലവി പാടിയില്ല, ഫസ്റ്റ് പല്ലവി അല്ല ചെമ്മരത്തിന്ന് പാടിയത് മാത്രം ചെറുതായിട്ടൊന്ന് എന്തോ വോയിസിന് അടഞ്ഞ പോലെ തോന്നി, ചെറിയൊരു ആട്ടം തോന്നി ശ്രുതി കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായി അവരുടെ മൊത്തത്തിൽ എല്ലാം കേട്ടപ്പോൾ, മോളുടെ പാട്ടും ആ അവർ ചേർന്നുള്ള ആ ഭാഗമൊക്കെ എല്ലാം കൂടി ചേർന്ന് കേട്ടപ്പോഴേ. അപ്പൊ എന്തായാലും കൊള്ളാം, കലക്കി മിടുക്കിയാണ്. ശിവകാമി എന്ന് പറഞ്ഞ ആരാ? ഒരു സംഭവമാണ്. ഒരു പ്രാവശ്യം പാടിയാൽ 100 പ്രാവശ്യം പാടിയതുപോലെ. അതാണ് ശിവകാമിയുടെ ഒരു പ്രത്യേകത. അത്രയും സുന്ദരായിരിക്കും എപ്പോഴും. അപ്പൊ കുഞ്ഞിന്റെ വയ്യാകൊക്കെ പോയാ? പൂവാവു പോയാ? അങ്ങനെ പറയാറില്ലേ? ഇപ്പൊ ഓക്കെയാണ്, അതറിഞ്ഞാ മതി. അപ്പോഴാണ് നിങ്ങൾക്കുള്ള സന്തോഷമുള്ളത് കേട്ടോ. ഈ കതിവനൂർ വീരൻ എന്ന് പറഞ്ഞ ആരാ മീനൂട്ടി? ഏതോ ഒരു വീരനാ. ഏതൊരു വീരനാ? ആണോ? തെയ്യമാണ് നമ്മൾ ബാക്കിൽ കണ്ടേ. ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും പ്രശസ്തമായ തെയ്യങ്ങളിൽ ഒന്നാണ് കതിവനൂർ വീരൻ. അതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കഥയിൽ പറയുന്നത് മന്ദപ്പൻ എന്നാണ്. അപ്പൊ ഒരു നല്ലൊരു പോരാളിയായിരുന്നു. അപ്പൊ കണ്ണൂരിൽ നിന്ന് കൊടകിലോട്ട് അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറ്റി മന്ദപ്പൻ. ഓക്കെ. അപ്പൊ അവിടെ ചെന്നിട്ട് ചെമ്മരത്തിയെ കല്യാണം കഴിക്കുന്നു. ഓക്കെ. അപ്പൊ അവിടെ കുടകില് പോരാളികളുമായിട്ടുള്ള വലിയൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തില് ഐതിഹാസികമായിട്ട് പോരാടി ആര്? കതിവനൂർ വീരൻ, മന്ദപ്പൻ. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതില് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ക്ഷതങ്ങളേറ്റ് ഒരു വിരലൊക്കെ മുറിഞ്ഞു പോയി. പിന്നെ ശത്രുക്കൾ വന്നിട്ട് ഒരു 108 നുറുങ്ങുകളായിട്ട് ഇങ്ങനെ വെട്ടി അരിഞ്ഞു വീഴ്ത്തി. ഇതറിഞ്ഞിട്ട് ചെമ്മരത്തി സഹിക്കാൻ പറ്റാതെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു വീരദൈവമായിട്ട്, ഒരു തെയ്യമായിട്ട് ഇദ്ദേഹത്തിനെയാണ് കതിവനൂർ വീരൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ചെമ്മരത്തി വരുന്നത്. ചെമ്മരത്തിയെ പറ്റിയുള്ള പാട്ടുകൾ നമ്മുടെ സ്വാതിയും ശ്യാമും കൂടെ പാടിയത്. അതാണ് അതിന് സ്പിരിച്വാലിറ്റി കൊടുക്കുന്നത്. തോറ്റം പാട്ടാണ് ശരിക്കും. അപ്പൊ അത് ഈ കളിയാട്ടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കഥ പറഞ്ഞത്. ഓക്കെ. പിന്നെ എനിക്ക് ഇത് സ്റ്റോറി ടെല്ലിംഗ് അല്ലേ, കഥ പറയല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കൊടുങ്കാട്ടിൽ അലഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ, ശിവകാമി കുഞ്ഞ് നമുക്കൊരു കഥ പറഞ്ഞു തരുന്ന പോലെ അത്രയും സുന്ദരമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഉണ്ണാതെ എന്ന് പാടിയില്ലേ, അവിടെ എന്തോ ഒരു ചെറിയൊരു സങ്കടം. കാരണം ചെമ്മരത്തി ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ ഈ മന്ദപ്പന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ഉണ്ണാതെ കുഞ്ഞ് അതൊന്നും അറിയുന്നില്ലെങ്കിലും ആ ഉണ്ണാതെ എന്നുള്ള ഇടത്തില് ആ ഒരു ഇമോഷൻ വന്നു. അതെങ്ങനെ പാടിയേ? അവൾ മാത്രമുണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. എപ്പോഴും രണ്ടാമത് പാടാൻ പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തെ ഇൻവോൾവ്മെന്റ് ചിലപ്പോ ഇപ്പൊ കിട്ടൂല. ആദ്യം നല്ല സൂപ്പർ ആയിരിക്കും. 2 ലൈൻ മുമ്പ് പാടി വന്നാൽ ചിലപ്പോ ശരിയാവും. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകൂലും ചെമ്മരത്തി. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകൂലും ചെമ്മരത്തി. പൂങ്കോടി കരഞ്ഞു, കളിത്തോഴി ഉറങ്ങി, അവൾ മാത്രമുണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. കോൺഷ്യസ് ആയി. അപ്പൊ ഉണ്ണാതെ എന്നുള്ളത് വളരെ നന്നായിരുന്നു. അതുപോലെ നോമ്പ് നോറ്റിരുന്നു തുടക്കത്തിലല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. ചിലപ്പോ നമ്മുടെ ചിത്രചിജിക പാടുന്നതിന്റെ ചില ഭാവങ്ങളുടെ ചില അനുരണനങ്ങൾ അല്ലേ മീനുട്ടി പറയണ്ടേ, അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അനുനയനങ്ങളോ? അത് മീനുട്ടിയുടെ ശരിക്കുള്ള പേര് അനുനയാന്നല്ലേ? അത് ഞാൻ പോലും മറന്ന് 5 മിനിറ്റ് കഴിഞ്ഞായിരിക്കും കത്തിയത്. എനിക്ക് തോന്നി. എനിക്കൊരു സംശയം, ശരിക്കും ആർക്കെങ്കിലും അറിയോ ആ പേര്? കോളേജിലും സ്കൂളിലൊക്കെ അറിയാം. എന്തോ ഇല്ല സർട്ടിഫിക്കറ്റിൽ അനുനയെന്ന് ആരും വിളിക്കാറില്ല. അപ്പൊ എല്ലാവരെയും അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്ന ആരാ? മലയാളം അറിയാത്തവരാണെങ്കിൽ അനുനയ അങ്ങനെ പറയും. അപ്പൊ അനുനയനങ്ങളുണ്ടായിരുന്നു അല്ലേ? അതെ, അത് ഗംഭീരമാണ് അല്ലേ ക്യാപ്റ്റൻ? യെസ്.
ശിവകാമി കുട്ടി നല്ല സുന്ദരിയായിട്ട് പാടി കേട്ടോ. നല്ല സെറ്റ് മുണ്ടൊക്കെ ഇട്ട് മിടുക്കിയായിട്ട് പാടി. ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. കഥ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ശിവകാമി കുട്ടിയും ആ കഥയുടെ കൂടെ ലയിച്ച് അലിഞ്ഞിട്ടാണ് ഈ പാട്ട് പാടിയത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ആദിത്യ ചന്ദ്രന്മാർ ചതിയാലി മറഞ്ഞു, കളരി വിളക്കുകൾ കൊടും കാറ്റിലണഞ്ഞു, കലി തുള്ളി ഉറയുന്ന കതിവനൂർ വീരനെ, കുടകന്റെ കൈകൾ ചതി കൊണ്ടു ചതിച്ചു. എനിക്ക് ആകെ തോന്നിയത് ഒരു പേടി ഉണ്ടായിരുന്നു എവിടെയോ. ഒരു 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 ഭയം ഉള്ള പോലെ, തൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വിറക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. അത് മാത്രമേ ഇന്ന് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ നല്ല മിടുകിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി വരികൾ ഇഷ്ടപ്പെട്ടു. MJ സർ പറഞ്ഞ ഭാഗമാണ് എനിക്കും ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ അത്ര സെറ്റ് ആവും ചെയ്തില്ല, കുഴപ്പമില്ല. പക്ഷെ മിടുകിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞാൻ മിസ് ചെയ്തു കേട്ടോ. എത്ര ദിവസമായി കണ്ടിട്ട്. ഇത്രയും ദിവസം മിസ് ചെയ്തോന്ന്. അതെ ഞാനും മിസ് ചെയ്തു. ശരിക്കും വെറുതെ പറയുന്നത്, ആരും മിസ് ചെയ്തില്ല. എനിക്ക് തോന്നി, എനിക്കറിയാം. മിസ് ചെയ്തു. ഞാൻ 5 മിനിറ്റ് പറയുന്നുണ്ടായി. ആദ്യം വന്നപ്പം ഉണ്ണിമേനോൻ സാറായിരുന്നു, അപ്പൊ ഞാൻ മിസ് ചെയ്തായിരുന്നു. അവൻ മിസ് ചെയ്തായിരുന്നു. ചുമ്മാടാ മീനുട്ടി പറഞ്ഞ ചുമ്മാണേ. കാരണം ഉണ്ണിച്ചേട്ടൻ വരുമ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ അടുത്ത് പറയും, ഉണ്ണിയങ്ങളെ ഇത്രയും നാളെ മിസ് ചെയ്തെന്ന് പറയും. മധു പറയുമ്പോഴത്തേക്കും മധുവിനടുത്ത് പറയും, ശരിയല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? എനിക്ക് ഒരേ സമയം മിസ് ചെയ്തു. ഞാൻ മിനുട്ടി തമ്മിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ട് അല്ലേ? മതം അറിയോ? അതെ അതെ. മീനൂട്ടിക്ക് എന്ത് കൊണ്ടുവന്നു അല്ല, ഓസ്ട്രേലിയ? ഇപ്രാവശ്യം ഞാൻ ഒന്നും പറഞ്ഞു വിട്ടില്ലായിരുന്നു. അതേപടി കൊണ്ടുവരും. പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരും. നമുക്ക് തീരാറായിട്ടില്ല. ഞാൻ അടുത്ത പോക്ക് പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും പോകുന്നുണ്ട് അടുത്ത് തന്നെ. ആണോ? നന്ദി. അതൊന്നും നല്ല ചെലവാ. പുറത്ത് പോയാ. ശിവകാമി കുഞ്ഞെ എന്തോ 89 അത് തിരിച്ചിട്ട് എത്ര? 98. അപ്പൊ 98 100-ൽ ശിവകാമി കുഞ്ഞിന്. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു. അപ്പൊ ശിവകാമിക്കുട്ട, ഇനിയിപ്പോ നമ്മുടെ സ്റ്റേജ് അല്ലേ? കൊറേ പാട്ടൊക്കെ പാടി. ഇനി ഇത് നമ്മള് ഇനി അടുത്ത സ്റ്റേജ് തൊട്ട് നമ്മൾ ഇനി വീണ്ടും വീണ്ടും തകർക്കണം എന്നൊരു വാശിക്ക് വരണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ന്യൂസിലൻഡിൽ നിന്നും എത്തിയ നമ്മുടെ മധു അങ്കിളിനെ പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാനായി വെൽക്കം ചെയ്യുന്നു. വെൽക്കം മധു അങ്കിൾ. മധു അങ്കിൾ, ഇതറിഞ്ഞില്ലല്ലോ. ഇത് കണ്ടോ, ഇത് കിൻഡർ മോക്സിന്റെ ഉടുപ്പാണ്. ഇപ്പൊ പെർഫോമർ ഓഫ് ദി ഡേക്ക് നമ്മൾ ഒരു ഉടുപ്പ് കൊടുക്കും. കിൻഡർ മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പിൽ മുഴുവൻ നക്ഷത്രങ്ങളാണല്ലോ. മിനിമിന ഈ പല്ലുകളും നമ്മുടെ പല്ല് നോട്ടെ, പല്ലും നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അടുത്തത് അത് അടുത്ത സംഭവം. എന്തായാലും നല്ല ഉടുപ്പ്, കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പാണ്. അതെ, പല്ലുകൾക്ക് തിളക്കം കൂട്ടാനായി. ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കേ, ബൈ ബൈ. എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന്. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ ടോപ്പ് സിംഗറുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം നമ്മളെത്തും പ്രേക്ഷകരെ എല്ലാവരെയും ഹാപ്പി ആക്കാനായിട്ട്. ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റ, ബൈ, സീ യു.